ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ രാമേശ്വരം യാത്രയുടെ പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. നമുക്കിവിടെ നമ്മൾ വന്ന ബസ് അങ്ങോട്ട് പോകില്ല, നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പോകണത് നല്ല രാവിലെയല്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം നന്ന രാവിലെ പോയി ഭയങ്കര ക്യൂ ആവും, കൂടെ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. എഗെയിൻ ഞങ്ങൾക്ക് മസാല ദോശ തന്നെയാണ്. കാരണം ഇവിടെ എത്തിയിട്ട് മസാല ദോശ വിട്ടൊരു കളി ഉണ്ടായിരുന്നില്ല, കാരണം വെജ് ആയതുകൊണ്ടേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോവുകയാണ്. ഇവിടുത്തെ ഓട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ അല്ല കേട്ടോ, വലിയ ഓട്ടോ ആണ്. പിന്നെ ഭയങ്കര ചാർജുമാണ് കേട്ടോ. നമ്മളൊക്കെ മിനിമം റേറ്റല്ലേ ഇവിടെ കൊടുക്കുക, പക്ഷേ അവിടെ ഒരാൾക്കാണ് അവിടെ റേറ്റ് കൊടുക്കുന്നത്. നല്ല റേറ്റാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത്രയും മാക്സിമം ആൾക്കാർ അവരിൽ കുത്തി നിറയ്ക്കും, എന്നിട്ടേ പോകുള്ളൂ, കാരണം അവർക്ക് അത്രയും ക്യാഷ് കിട്ടുമല്ലോ. അങ്ങനെ അവിടെ അമ്പലത്തിന് കുറച്ച് മുന്നേ ആയിട്ട്, അമ്പലത്തിനടുത്ത് ഓട്ടോയിൽ പോകില്ല, കുറച്ച് ദൂരെയായിട്ട് അവിടെ ഓട്ടോ നിർത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിനൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മൊബൈൽ നമുക്ക് പുറത്ത് വെക്കണം, എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്ത് വെക്കണം. മൊബൈൽ ബാഗൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, ഭയങ്കര ചെക്കിംഗ് ആണ്. ക്യാഷ് കൊണ്ടുപോകാൻ നമ്മുടെ ക്യാഷുള്ള പേഴ്സ് മാത്രം, അതൊക്കെ അവർ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു 7-8 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് തൊഴുതത്. ആകെ ടയേർഡായിട്ടുണ്ട് എല്ലാവരും. പിന്നെ മക്കളും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ആകെ ടയേർഡായി. ഞങ്ങൾ തിരിച്ചിറങ്ങി ചെറിയൊരു രീതിയിൽ ഷോപ്പിംഗ് നടത്താൻ ആർക്കും വയ്യായിരുന്നു, ടയേർഡായി. പക്ഷേ മക്കൾ പിന്നെ അറിയാലോ, കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഏർപ്പാടാക്കിയിട്ട് പോയത്. ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് സാധനമൊക്കെ വാങ്ങി, കുറച്ച് മോക്കും മാലയും വളയൊക്കെ വാങ്ങി, മോനും കുറച്ച് കൈക്ക് കിട്ടുന്നു. പിന്നെ ഞാനൊരു ബാഗൊക്കെ വാങ്ങി. അങ്ങനെ കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, നന്നായിട്ട് നടത്തണം എന്നൊക്കെ വിചാരിച്ചു. നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് പോന്നിട്ട് അവിടെ പൂരല്ലേ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഞങ്ങൾ പഴനി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ടൈം ആകെ ഡിലേ ആയി. ഞാൻ പറഞ്ഞ മധുരയിൽ നമുക്ക് കുറേ ടൈം അവിടെ പോയി, ഒരു 8 മണിക്കൂറോളം നിൽക്കുമ്പോൾ അത്രയും ടൈം നമുക്ക് പോയതുകൊണ്ട് നമുക്ക് പഴനി എത്താനുള്ള ടൈം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പഴനി പോക്ക് ഞങ്ങളവിടെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അന്നും കൂടെ ഞങ്ങൾ വെജിറ്റേറിയൻ കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം പോരുമ്പോഴാണ് ടയേർഡായി, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. ഈ നോൺ കഴിച്ച് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും വെജിറ്റേറിയൻ തന്നെയാണ് അന്നും കൂടെ കഴിച്ചത്. അപ്പോൾ നല്ല രസമുള്ള യാത്രയായിരുന്നു. അതിനുള്ള ഫുഡ് കഴിച്ചു. ഫ്രൈഡ് റൈസാണ് കേട്ടോ വാങ്ങി, വെജ് ഫ്രൈഡ് റൈസ്. മോള് വീണ്ടും മസാല ദോശ, അവൾക്ക് മസാല ദോശയാണ് ഇഷ്ടം, അവൾ മസാല ദോശ വാങ്ങി. ഇവിടെ ഏട്ടനും അനിയത്തിയുള്ള സ്നേഹമാട്ടോ കാണുന്നത്, വാരി കൊടുക്കലൊക്കെ കുറച്ച് നേരം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തെറ്റി പിരിഞ്ഞ് പോവുകയും ചെയ്യും, അത് നോക്കണ്ട. പിന്നെ ഞങ്ങൾ ഒരു ഷെഷ്വാ റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോൺ കഴിക്കാത്തവർക്ക് കഴിക്കാം, പിന്നെ നോൺ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു. ഞങ്ങളുടെ പഴനി യാത്ര ഇവിടെ നടന്നിട്ടില്ല, അതൊരടുത്ത വീഡിയോ, ഒരു യാത്ര പോകുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ യാത്ര. മധുരത്തെ വീഡിയോസ് മാത്രമേ എടുക്കാൻ കഴിയാണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 12:30-1 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.